കൊല്ലത്ത് 4 വയസ്സുകാരിയായ മകൾക്ക് മുന്നിൽ വെച്ച് ലൈംഗിക വൈകൃതം നടത്തിയെന്ന ഭാര്യയുടെ പരാതിയിൽ ഭർത്താവിനെതിരെ പോക്സോ കേസ് ചുമത്തി പോലീസ്. ജുവനൈൽ ജസ്റ്റിസ് ആക്ടും ചുമത്തിയിട്ടുണ്ട്. നേരത്തെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയെന്ന ഭാര്യയുടെ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഷമീർ അബ്ദുള്ളാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷമീർ, എന്തായാലും ഈ കേസ് ഏറെ ഞെട്ടിക്കുന്നതാണ് എന്നുള്ളതാണ്. സ്വന്തം മകളെപ്പോലും അതിന്റെ ഭാഗമാക്കി എന്നുള്ളത്. എന്തായാലും അതിൽ പോക്സോ കേസ് അടക്കം ചുമത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് പോലീസിന്റെ നീക്കം? ആദ്യഘട്ടത്തിൽ ഇത്തരം വിവരങ്ങളുമായി സ്വാതി ഈ പെൺകുട്ടി, അതായത് ഇയാളുടെ ഭാര്യ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിന് കാട്ടിക്കൊടുക്കുന്നു. പക്ഷേ പോലീസ് ആ കുട്ടിയെ വരെ ലൈംഗിക വൈകൃതത്തിന് വിധേയമാക്കി എന്നുള്ള കാരണം ആ ദൃശ്യങ്ങൾ സഹിതം കാട്ടിയിട്ടും പോലീസ് പോക്സോ കേസെടുക്കാത്തൊരു സാഹചര്യമുണ്ടായി. അങ്ങനെ ആ യുവതി കഴിഞ്ഞ ദിവസം തന്നെ അത് പരാതിയായി ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനുശേഷം വിദഗ്ധമായ കൗൺസിലിംഗ് നടത്തണമെന്ന് CWC നിർദ്ദേശിച്ചു. അതും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ സാന്നിധ്യത്തിലായിരിക്കണം നടത്തേണ്ടത്. അതിന് കൊല്ലം ജില്ലാ ആശുപത്രി സൂപ്രണ്ട് നേതൃത്വം നൽകണമെന്നും കഴിഞ്ഞ ദിവസം CWC നിർദ്ദേശിച്ചു. ഇതിന് പിന്നാലെ കുട്ടിയെ കൗൺസിലിംഗ് നടത്തി. വളരെ വേഗത്തിലുള്ള CWCയുടെ ഇടപെടൽ ഇപ്പോൾ പോലീസിന്റെ കണ്ണു തുറപ്പിച്ചിരിക്കുന്നു. പോലീസ് അങ്ങനെ ആ പരാതിക്ക് മേൽ 4 വയസ്സുകാരുടെ മുമ്പിൽ ലൈംഗിക വൈകൃതം കാണിച്ചു എന്ന പരാതിയുടെ മേൽ ഈ ഭർത്താവിനെതിരെ ആ പോക്സോ കേസ് ചുമത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇയാൾ ഇപ്പോഴും ഒളിവിൽ തന്നെ തുടരുകയാണ്. ദിവസം ഇത്രയായിട്ടും ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത്ര വലിയ കൃത്യം നടത്തിയ ഒരാൾ, അതും സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവം നടത്തിയ ഈ പ്രതിയെ ഇതുവരെയും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നാണക്കേടുണ്ടാക്കുന്ന സംഭവം. യുവതി പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു, ദൃശ്യങ്ങൾ തെളിവായി നിൽക്കുന്നു. ഇതൊക്കെ തന്നെ മുമ്പിലുള്ളപ്പോൾ പോലും പ്രതിയെ പോലീസിന് പിടികൂടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ കേസിലെ വസ്തുത. സ്വാതി. ഷമീർ, ഇത്രയും തെളിവുകളുണ്ട്, ഇത്രയും വസ്തുതകളുണ്ട്, വലിയ തരത്തിലുള്ള പരാതിയാണ്. നമ്മുടെ കേരള മനസാക്ഷി തന്നെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. കേട്ടാൽ അത്രമാത്രം ആ രീതിയിൽ തോന്നുന്ന പരാതികളാണുള്ളത്. പക്ഷേ ഇതുവരെ പ്രതിയെ പിടികൂടാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രതിയെ പിടികൂടാനുള്ള ശ്രമം എത്രമാത്രം ഊർജിതമായിട്ടാണ് നടക്കുന്നത്? ഈ പ്രതി ഈ സംഭവങ്ങൾ നടക്കുന്നത് 2022 മുതലാണ്. 2022 മുതൽ ഈ ദൃശ്യങ്ങൾ ഇയാൾ ചിത്രീകരിച്ചു. നാട്ടിലും വിദേശത്തുമായി നടന്ന സംഭവങ്ങളാണ്. ഇതിനുശേഷം വളരെ തന്ത്രപരമായി ഇയാളെ നാട്ടിലേക്ക് കൊണ്ടുവരികയും ഈ കൗൺസിലിംഗിന് വിധേയമാക്കാമെന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ട്, നാട്ടിൽ ഓണമാണ്, അതുകൊണ്ട് നാട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പെൺകുട്ടി ഇയാളെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഇതിനുശേഷം കൗൺസിലിംഗിന് വിധേയമാക്കാൻ ശ്രമിച്ചപ്പോൾ ഈ പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഇത് വീട്ടുകാരോട് ഈ കുട്ടി പറയുകയും ഇത്ര വലിയൊരു സംഭവം നടന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഈ കുട്ടി വെളിപ്പെടുത്തുകയും ചെയ്തത്. ഒപ്പം തന്നെ പോലീസിന് മുമ്പിലേക്ക് ഇയാൾ ആദ്യഘട്ടത്തിലേക്ക് പോലീസിന് മുമ്പിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുവെങ്കിലും പോലീസിന് മുമ്പിൽ എത്തി കാര്യങ്ങൾ തുറന്നു പറയാമെന്ന് അയാൾ പറയുകയും ചെയ്തതാണ്. പക്ഷേ അയാൾ ഒളിവിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ഈ പ്രധാനപ്പെട്ട സംഭവം. ആ പെൺകുട്ടിയെ അതിവിദഗ്ധമായി കബളിപ്പിച്ചുകൊണ്ടാണ് ഇയാൾ ഒളിവിലേക്ക് പോയത്. ഇയാൾ ഒളിവിലേക്ക് പോയിട്ട് ഇന്നിപ്പോൾ 7ാം ദിവസമാകുന്നു. ഈ 7ാം ദിവസം പിന്നിടുമ്പോഴും ഈ പ്രതിയെ കണ്ടെത്താൻ പോലീസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അത് തന്നെയാണ് ഷമീർ. ഇത്ര വലിയ പരാതി ഉണ്ടായിട്ട് പോലും 7 ദിവസമായി പ്രതി ഒളിവിലാണ്. പ്രതിയെ ഇപ്പോഴും പോലീസിന് പിടികൂടാൻ സാധിക്കുന്നില്ല. പോക്സോ അടക്കം ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത്. വിവരങ്ങളാണ് ഷമീർ നൽകിയത്.